എനർജി ഇന്നത്തെ നിങ്ങളുടെ ദിവസം അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി വരും ദിവസങ്ങളിൽ അടുത്ത ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. 2 കാര്യങ്ങൾ ഒരേ സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. ഏത് കാര്യം തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. രണ്ടും രണ്ട് വശത്തേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. അത് നിങ്ങൾ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ഡിസിഷൻ വരുന്നില്ല. ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ്. അവർക്ക് ശരിക്ക് കാണാൻ പറ്റുന്നില്ല. ക്ലൗഡഡ് ആണ് അവരുടെ വിഷൻ. അവരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുകയാണ്. ക്ലിയർ വിഷൻ അവർക്ക് കിട്ടുന്നില്ല. എന്നാൽ അവർക്ക് ഒരു അവർക്കൊരു ഒരു അവർ ലോജിക്കലായിട്ടും തിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ഡീപ്പ് ഹിഡൻ ഇമോഷൻസും ഉണ്ട്. പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ പ്രായോഗികപരമായി എന്ത് ചെയ്യണമെന്ന് അറിയാം എന്നുള്ളപ്പോഴും അവർക്ക് മൂടി വയ്ക്കപ്പെട്ട കുറച്ച് ഇമോഷൻസും ഉണ്ട്, വികാരങ്ങളും ഉണ്ട് അവരുടെ ഉള്ളിൽ. ആ പുറകിലുള്ള വാട്ടർ കാണിക്കുന്നത് അവർക്ക് അതിൻ്റെ വാട്ടറിൻ്റെ അടിയിൽ മൂടി വെക്കപ്പെട്ട ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വാട്ടർ കാണിക്കുന്നത്. മുകളിലുള്ള ചന്ദ്രക്കലയാണെങ്കിൽ അവർക്ക് ഇൻഡ്യൂഷൻ ഇപ്പോൾ കുറവാണ്, അല്ലെങ്കിൽ അവരുടെ ഉൾവിളിയെ അന്തർജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നില്ല, അതറിയേണ്ട ആവശ്യമുണ്ട് എന്നാണിത് കാണിക്കുന്നത്. അപ്പോൾ സ്വയം വിശ്വസിക്കുകയും ഒരു തീരുമാനമെടുത്ത് അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അടുത്ത കാർഡിൽ കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഡെത്ത് എന്നുള്ള കാർഡാണ്, പക്ഷേ അത് ഫിസിക്കലി ഡെത്ത് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഡെത്ത്, അതായത് ഇപ്പോഴത്തെ എന്ത് സിറ്റുവേഷനാണോ, എന്തൊരു പ്രോബ്ലമാണോ, എന്ത് തന്നെയായാലും അതിനൊരു ഡെത്ത് സംഭവിക്കുകയും അതിനോടനുബന്ധിച്ചൊരു പുതിയ കാര്യം തുടങ്ങുകയും ചെയ്യുക. അതായത് ഇപ്പോഴത്തെ സ്റ്റേജ് അവസാനിച്ചിട്ട് വേറൊരു ഫേസ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ്, ഒരു ഘട്ടം ആരംഭിക്കുകയാണ്. ടാരോ കാർഡിലെ മിക്ക കാർഡുകൾക്കും ഏകദേശം ഒരു മീനിങ് വരും. പക്ഷേ എല്ലാ കാർഡുകളെല്ലാം പറയുന്നത് പോസിറ്റിവിറ്റിയിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഡെത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൻ്റെ അവസാനമാകുന്നു. ഇന്നോ അതിനനുബന്ധിച്ച ദിവസങ്ങളിലോ നിങ്ങൾക്ക് അതിനൊരു അവസാനം കിട്ടിയിട്ട് പുതിയൊരു അവസരത്തിലേക്ക്, പുതിയൊരു ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ് നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഈ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെത്ത് എന്ന് പറയുന്ന സ്റ്റേജ്, ബിക്കോസ് ഇതൊരു മേജർ അർക്കാന കാർഡാണ്. സോ അതൊരു മേജർ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ ഈ